ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചൈനയിലുള്ള ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ചൈനയിലെ ഇവു എന്ന സ്ഥലത്ത് ജിമിങ്ഷൻ എന്ന പാർക്കാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു മലയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് പോകുമ്പോൾ തന്നെ ലൈറ്റൊക്കെ ഇട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്ത ഒരു അടിപൊളി പ്ലേസ്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി തവണ ഇതിൻ്റെ അടുത്തൂടെ പോകുമ്പം ഈ മലയുടെ പുറത്ത് ഇങ്ങനൊരു സംഭവം കാണുമ്പോൾ ഒരു ടെമ്പിൾ മോഡലാട്ടോ ഇത്. കാണുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഇതൊന്ന് പോയി കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെ 2-3 തവണ ട്രൈ ചെയ്ത് 2 തവണയും ഞങ്ങൾക്ക് പാളിപ്പോയി. 3-മത്തെ തവണയാണ് ഒന്ന് സക്സസ് ആയി കിട്ടിയത്. 3-മത്തെ തവണ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ പോയി അവർക്ക് പക്ഷേ അതൊന്ന് കറക്റ്റ് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ഈ കുഞ്ഞു പിള്ളേർക്ക്. അതിന് ഞങ്ങൾക്കത് കറക്റ്റ് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്ത് വെക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ലാസ്റ്റ് ടൈം വന്നപ്പം ഇവിടെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനൊരു ഡെക്കറേഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ടൈമിൽ ഇവിടെ ചൈനയിൽ നാഷണൽ ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാഷണൽ ഫെസ്റ്റിവൽ അനുബന്ധിച്ച് ഇവിടെ 7 days ഹോളിഡേയ്സ് ഉണ്ട്. ആ 7 days എന്തായാലും ചൈനയിലുള്ളവർ അവർ നല്ലോണം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്തായാലും ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളി വൈബാക്കി വെച്ചിരിക്കുക കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബിൽഡിങ് കണ്ടോ, ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മുമ്പിൽ കാണുന്ന ഈ ആർച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യമാണ് അതുണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ എടുക്കുമ്പോൾ. അപ്പോഴേ അതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരു മൂണിൻ്റെ ഷേപ്പിലൊരു സംഭവം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇതാണ് പഴയ ക്ലിപ്പ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. ഞങ്ങൾക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സൈഡിലോട്ട് വരുമ്പോൾ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഷോ പീസുകൾ കുറേ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. ക്യൂട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നേരി കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. എല്ലാം നല്ല കോസ്റ്റ്ലി ഐറ്റംസാണ് കേട്ടോ. എനിക്കിതൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം നോക്കി ലാസ്റ്റ് ഒരാളെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ എവിടെ വിസിറ്റ് ചെയ്താലും അവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങി വെക്കും, കാരണം പിന്നീടുള്ളൊരു മെമ്മറിക്ക് വേണ്ടി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തിരിച്ച് വരുമ്പോൾ വാങ്ങാൻ. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. നോക്കിയേ, ഇവിടെ ഈ മരങ്ങളെല്ലാം നല്ല നല്ല കുഞ്ഞ് ലാംപ്സൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഡെക്കറേറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ചൈനയിലെ ആൾക്കാർ മെയിനായിട്ടും ടൂറിസ്റ്റ് പ്ലേസുകൾക്ക് നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കൊണ്ടുപോകാൻ നന്നായിട്ട് എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്. എവിടെ പോയാലും എവിടുത്തെ സ്ഥലമാണെങ്കിലും അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയാക്കി വെക്കും. ഇപ്പോൾ തന്നെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ഇത്ര മനോഹരമായി നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ ഇവരുടെ പങ്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര നല്ലൊരു എഫേർട്ടാണ് അവരിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്നത് പ്രമാണിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നോക്കിയേ, ഒരു പെൺകുട്ടി പോകുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് അവൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്നപ്പം ഇവിടെ കുറേ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി തോരണം കണക്കിന് വെച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത്തവണ വന്നപ്പോൾ എന്താണെന്ന് നോക്കി ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, അത് ഇവിടുത്തെ ഓരോരുത്തരുടെയും സർനെയിമാണ്. സർനെയിമിന് മീനിങ് ആണ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർ വന്നിട്ട് അവരുടെ സർനെയിം കണ്ടുപിടിച്ച് അതിൻ്റെ മുമ്പിൽ അത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവരവരുടെ സർനെയിം കണ്ടുപിടിച്ചിട്ടുള്ള പരിപാടിയായിട്ടൊക്കെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പം ഇവിടെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും ഈ ബിൽഡിങ്ങിൻ്റെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ മുകളിലേക്ക് കയറി. ലാസ്റ്റ് ടൈം ഇവിടെ വരുമ്പം ഇങ്ങനത്തെ ലാംപ്സ് ആയിരുന്നില്ല കൊടുത്തിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഫിഷിൻ്റെ ഷേപ്പിലുള്ള ലാംപ്സ്. ലാസ്റ്റ് ടൈം ഇങ്ങനെ ആയിരുന്നില്ല, വേറെ ടൈപ്പ് ലാംപ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് മെല്ലെ മൂവ് ചെയ്തപ്പോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് താഴെ തന്നെ ഈ കൊച്ചു ചൈനീസ് ലെറ്റേഴ്സിലൊക്കെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് ആയിട്ട്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ആ ഫ്രണ്ടിൽ കണ്ട ആ ഡ്രാഗണെ ഞാൻ അടുത്ത് കണ്ടു കേട്ടോ. ഡ്രാഗൺ ഇങ്ങനെ താഴേന്ന് ചുറ്റി മുകളിലേക്ക് വന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രതിമയാണ്. അപ്പം ഞാൻ ഈ ഡ്രാഗണെയൊക്കെ ശരിക്കും കണ്ടിട്ടുള്ളത് കൊറിയൻ ഡ്രാമാസിലും ചൈനീസ് ഡ്രാമകളിൽ പിന്നെ ചൈനീസ് മൂവീസിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ നല്ലൊരു സുന്ദരി കുട്ടി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. ആ ഫോട്ടോസ് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കാം കേട്ടോ. കണ്ടോ എന്ത് ക്യൂട്ടാണെന്ന്. ഞാനത് തംബ്നെയിലും ആഡ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നു, എൻട്രൻസിൻ്റെ ഭാഗത്ത് വന്നു. എൻട്രൻസിൻ്റെ ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. ബിൽഡിങ്ങും ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ നിർബന്ധമൊക്കെ കാരണം അകത്ത് കയറാൻ പറ്റിയില്ല. കാരണം അവർക്ക് എൻജോയ് ചെയ്യാനൊന്നും ഇവിടെ ഇല്ല. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് വലിയവർക്ക് കണ്ട് ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ അകത്ത് എന്താണ് കാഴ്ചയെന്നറിയാൻ വേണ്ടി ഞങ്ങൾ മേലെ അകത്തേക്ക് കയറി. ഒരാൾക്കുള്ള എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 30 RMB ആണ്. അങ്ങനെ 2 പേർക്കും കൂടി 60 RMB ആയി. അപ്പോൾ ഞങ്ങൾ പേ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു റെഡ് ടാഗ് അവിടെ വെച്ചിരിക്കുന്നില്ലേ, ആ റെഡ് കളറിലെ ടാഗ് ഓരോന്ന് വീതം ഞങ്ങൾക്ക് തന്നു. ഞാൻ വിചാരിച്ചത് റിട്ടേൺ വരുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നാ. ബട്ട് അങ്ങനെ അല്ല കേട്ടോ, അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്. ഓക്കെ, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി വരുമ്പോൾ അത് ഫുള്ള് വുഡിലാണ് ചെയ്തേക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ കണ്ടതിൽ ഒരു ബ്രിഡ്ജ്, 2 ബ്രിഡ്ജാണ്, 2 ഫ്ലോറിലായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രിഡ്ജാണ്. ഇതാണ് ഏറ്റവും മുകളിലത്തെ ബ്രിഡ്ജ്. ഇതിൽ നിന്ന് അപ്പുറത്തെ സൈഡിലെ ആ കുഞ്ഞ് ഹട്ട് പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് പോകാം. അങ്ങനെ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ എന്നറിയാം, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളും ഒന്ന് അങ്ങോട്ടേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പോൾ ചൈനീസ് പെൺകുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക കണ്ടോ, കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. നല്ല ഈവനിങ് ടൈമായിരുന്നു. ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഫീല്. അത് കണ്ടില്ലേ, ഇതിൻ്റെ കോർണറിലെല്ലാം ബെല്ല് തൂക്കിയിട്ടിട്ടുണ്ട് അവർ. കുഞ്ഞ് കാറ്റടിക്കുമ്പോൾ ചെറുതായിട്ട് സൗണ്ട്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ അകത്തേക്ക് കയറി. ഞാൻ നല്ലോണം സ്പീഡിൽ കൊടുത്തിരിക്കുന്ന കുറേ സ്റ്റെപ്സ് കയറാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേളിൽ വന്നപ്പം ഒരു ഹോള് പോലെ തുറസായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് അകത്ത് കാണാനില്ല. വുഡിൽ പണി കഴിപ്പിച്ച ഒരു ബിൽഡിങ്. അകത്തൊക്കെ നന്നായിട്ട് വുഡൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കണ്ടില്ലേ, നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ടാഗില്ലേ, റെഡ് ടാഗ് ശരിക്കും ഇവിടെ നമ്മുടെ വിഷൊക്കെ എഴുതി ഇവിടെ നമുക്ക് കെട്ടിവെക്കാം. അപ്പം നമ്മൾ ഓരോരോ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസമില്ലേ, മണി കെട്ടുമ്പോൾ ഉള്ള നമ്മുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി മണി കെട്ടുക അങ്ങനെയൊക്കെ. അത് കണക്ക് ഇവിടെ ടാഗിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി ഇവിടെ കെട്ടിയിടുക. അപ്പോൾ സഫലമാവുമെന്നായിരിക്കാം. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ ഓരോരോ വിഷൊക്കെ എഴുതിയിട്ട് ഇവിടെ കെട്ടിവെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടില്ലേ, കോർണറിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബെല്ലുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. കാറ്റടിക്കുമ്പം ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റടിക്കുമ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ സൗണ്ട് കേൾക്കാറുണ്ട്. അതിന് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻ കാണുന്നത്. അവിടെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ സിറ്റി ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഒരു പെൺകുട്ടി ചൈനീസ് നാഷണൽ ഡേ പ്രമാണിച്ച് വീഡിയോ ഷൂട്ടോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ ഫ്ലാഗ് ഇങ്ങനെ പറത്തുന്നത്. അങ്ങനെ അവളും അവളുടെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അവർ 2 പേരായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. താഴെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾ മെല്ലെ മുകളിലേക്ക് കയറി. മുകളിലെന്ന് പറഞ്ഞാൽ ഫുള്ള് വുഡൻ ആയിട്ടുള്ള സ്റ്റെപ്സാണ് അവർ കൊടുത്തിരുന്നത്. സൈഡിലും ഒക്കെ അവർ ഇങ്ങനെ ഈ റെഡ് കളറിൽ ഇത് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേളിൽ വന്നപ്പോഴും വിൻഡോയുടെ സൈഡിലും ഒക്കെ റെഡ് കളറിലെ ആ ടാഗ് അവർ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് വുഡിൽ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലും പണ്ടത്തെ ബിൽഡിങ്ങുകളിലും ഒക്കെ കാണുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ വ്യൂസൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മെല്ലെ താഴേക്ക് പോരുന്നു. താഴെ വന്ന് ഇനി ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് മെല്ലെ താഴേക്ക് വന്നത്. താഴെ വന്നതാ കണ്ടില്ല, ഡ്രാഗൺ ഇങ്ങനെ ചുറ്റി മുകളിലേക്ക് കയറുന്ന രീതിയിലാണ്. അതിന് സൈഡിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി വന്നു. താഴെ വന്നപ്പോൾ ഒത്തിരി പേര് അവിടെ റിലാക്സ് ചെയ്യുന്നുണ്ട്. മുകളിൽ പോയി വന്ന് കണ്ടവരൊക്കെ ആയിരിക്കും അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഞാൻ നേരത്തെ നോട്ടം ഇട്ട് വെച്ചിരുന്ന കഷിയെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന് ഞാൻ ചേട്ടനെ കൊണ്ട് ഓരോന്നിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ വന്നതാ ഈ മുയൽക്കുട്ടനെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഒരു ചാരുകസേരയിൽ ഒരു ചായ ഗ്ലാസ്സൊക്കെ പിടിച്ച് ഇരുന്ന് ആടുന്ന ഒരാളെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. അവനെ എന്തായാലും ഞങ്ങൾ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാണ്. കണ്ടില്ലേ, ഹസ്ബൻഡിൻ്റെ കയ്യിൽ അതുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഞങ്ങൾ മെല്ലെ ഇനിയിപ്പോൾ തിരിച്ചു പോവാം. കുട്ടികളെ ചേച്ചിയുടെ അടുത്താണ് ആക്കിയിരിക്കുന്നത്, അവരെ പോയി എടുക്കണം. അങ്ങനെ എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.